ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാൽപ്പായം പൊരിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 ഭാഗവും ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച നേന്ത്രപ്പഴം വേവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഓട്ടമുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നേന്ത്രപ്പഴം വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. പൂർണ്ണമായിട്ട് വെന്ത് പോകരുത്. ഹാഫ് വേവാകുമ്പോൾ നമുക്കത് എടുക്കാം. പഴം ഇവിടുന്നായി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്കുള്ള ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കട്ട ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 കട്ട ശർക്കര പാകത്തെ മധുരമായിരിക്കും ഉണ്ടാകുക. പൊടിയുടെ അളവും പഴത്തിൻ്റെ അളവും കൂടുതലുണ്ടെങ്കിൽ ശർക്കരയുടെ അളവും കൂട്ടുക. ഇനി ഇത് ഇവിടുന്ന് ആയി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ശർക്കര പാനി ചൂടാറി വന്നിട്ടുണ്ട്. നമ്മുടെ നേന്ത്രപ്പഴം വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3 ലെയറായിട്ട് കീറിയെടുക്കണം. നമ്മൾ സാധാ പഴം പൊരിക്കുമ്പോൾ തന്നെ അങ്ങനെ കീറി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുക. അതിന് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചായി ശർക്കര പാനി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കുക മാവ്. പിന്നീട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാക്കി വന്ന ശർക്കര പാനിയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം എന്തായാലും മാവ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി പൊരിച്ചെടുക്കാം. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പഴം മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായി പൊരിച്ചെടുക്കാം. ഒന്നിച്ചെന്നെ 1, 2, 3 പഴം ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കാം. മൈദ അല്ലാത്തതുകൊണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കണ പ്രശ്നമില്ല. ഞാൻ എണ്ണ ചൂടായിനോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പഴം മാത്രം വേവിച്ചെടുത്തത്. അപ്പോൾ എന്തായാലും ഒരു ഭാഗം വെന്തതിന് ശേഷം മറ്റേ ഭാഗം തിരിച്ചിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പഴം വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ പാൽപ്പായം റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റേ പഴംപൊരിനെ പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അതിനെക്കാട്ടിൽ ഒരു ഇച്ചിരി പണി കൂടുതലുണ്ട്. എങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പോയി ടാറ്റാ.